സ്വരൂപിണിയായിട്ടൊരു യക്ഷി ഉണ്ടായിരുന്നു. അവളുടെ പേരെന്താണെന്നറിയോ? താടക നാമ ഭദ്രം തേ ഭാര്യ സുന്ദസ്യ ധീമത. സുന്ദൻ എന്നു പേരായിട്ടുള്ള ഒരു യക്ഷൻ്റെ ഭാര്യയായിരുന്നു ആര്? ഈ താടക എന്ന് പറഞ്ഞ യക്ഷി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉണ്ടായത്. പിന്നെ ഇവൾക്ക് എങ്ങനെയാണ് ആയിരാനയുടെ ശക്തി ഉണ്ടായത്? അതായത് അതെങ്ങനെയുണ്ടായേ ചോദിച്ചാൽ, ഇവളുടെ ഉൽപ്പത്തി പറയുമ്പോൾ പറയും, ഈ യക്ഷിയുടെ കഥ പറയുമ്പോഴേ അന്ന് എങ്ങനെയെന്നാണെങ്കിൽ ഒരു യക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലാണ്ടായിട്ട് അദ്ദേഹം വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ പുത്രിമാരും പുത്രന്മാരൊന്നും ഇല്ലാതെ വന്നു ബ്രഹ്മാവിനോട് പറഞ്ഞു. ജർജൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ചേട്ടാ പറയാഞ്ഞത്. എന്താ പേര്? ചാർച്ചക്കാരനല്ല, ജർജൻ ആണ്. അങ്ങനെയാണ് അക്ഷരം തന്നെ, ജർജൻ. ഈ ജർജൻ എന്ന് പേരായിട്ടുള്ള ഈ യക്ഷൻ്റെ മക്കളില്ലാണ്ടിരിക്കുന്ന കാലത്ത് ബ്രഹ്മാവിനെ തൊഴുത് ഭജിച്ച് ഒരു പുത്രൻ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. പക്ഷെ ജർജൻ ഉണ്ടായത് എന്താണെന്നറിയൂ? പുത്രനല്ല ഉണ്ടായത്, ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്. അപ്പോൾ ജർജൻ പറഞ്ഞു, ഒരു ഉണ്ണി ഉണ്ടാവണം എന്നായിരുന്നു മോഹം. ഇതിപ്പം പെൺകുട്ടിയെ അപ്പോൾ വെയിൽ അയച്ചു കൊടുത്താൽ അതാ പോയാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, പുത്രനാച്ചാൽ അവിടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, പേടിക്കേണ്ട, ഒരു കാര്യം ചെയ്തോളൂ, കൊണ്ടുപോയിട്ട് നല്ലോണം വളർത്തി പരിപാലിച്ചോളൂ. ഇവളാണെങ്കിൽ മഹാഗേമിയായിട്ട് തീരും, 1000 ആനയുടെ ശക്തി കൊടുക്കണ്ട, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ആൺകുട്ടികളില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ 1000 ആനയുടെ ശക്തി എനിക്ക് ഓട്ടോറിക്ഷ വിളിക്കാണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ ആരും മതി. 1000 ആനയുടെ ശക്തിയല്ലേ, തോളത്തേറ്റി അങ്ങനെ നടന്നാൽ പോരെ. അപ്പോൾ നല്ല പ്രാപ്തിയുള്ള കുട്ടിയാണ്. മതി. പെൺകുട്ടികളായാലും പ്രാപ്തിയുള്ള കുട്ടികളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ആൺകുട്ടിയാണെങ്കിലും പ്രാപ്തി ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അപ്പം അങ്ങനെയൊന്നും പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ ഒരു മകളെയാണ് കൊടുത്തത് ജർജന്. ആ മകളാണ് ആര്? ഈ പറഞ്ഞ പെൺകുട്ടി, താടക എന്ന് പറയും. ഇങ്ങനെ ഈ താടക സുന്ദരിയായിട്ട് ഗമിയായിട്ട് അങ്ങനെ നല്ല മട്ടുമാതിരിയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഈ 1000 ആനയുടെ ശക്തിയൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല സമ്പ്രദായക്കാരിയാണ്, ചീത്തത്തൊന്നും ആരുടെ കയ്യിലില്ല. ശക്തി കയ്യിലുണ്ടെങ്കിലും ഇതൊന്നും പുറത്തേക്ക് എടുത്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വിഷമിപ്പിക്കുന്ന ആര് ചെയ്യാറില്ല? ഈ താടക ചെയ്യാറില്ല. അങ്ങനെ താടക കഴിച്ചു കൂടുന്ന കാലത്ത് പ്രായമായപ്പോൾ ഈ താടക എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു കൊടുത്തു. ആർക്കാ കൊടുത്തതെന്ന് അറിയാം? സുന്ദൻ എന്ന പേരായ യക്ഷനെ വിവാഹം ചെയ്തു. അങ്ങനെ സുന്ദൻ്റെ കൂടെ കഴിച്ചു കൂടുന്ന കാലത്ത് ഈ താടകയിലെ സുന്ദന് പുത്രനൊക്കെ ഉണ്ടായി. ആ പുത്രൻ്റെ പേരാണ് മാരീചൻ എന്ന് പറയും. മനസ്സിലായില്ലേ? മാരീചൻ ഒക്കെ ആളൊക്കെ വേണ്ടി വരും കേട്ടോ, മനസ്സിൽ വെച്ചോളൂ. മാരീചൻ സുന്ദൻ്റെയും താടകയുടെയും മകനാണ് മാരീചൻ. അങ്ങനെ മാരീചൻ എന്നൊക്കെ പറഞ്ഞ് പുത്രനൊക്കെ ഉണ്ടായി. അവർ സന്തോഷമായിട്ട് അങ്ങനെ കഴിച്ചു കൂടുന്ന കാലത്ത് അന്ന് എന്തേ കാര്യം എന്നാണെങ്കിൽ ഒരിക്കൽ ഇവരിങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഒരിക്കൽ എന്താ ഉണ്ടായെന്നാണെങ്കിൽ ഇവൾ കുറച്ചു കാലം കഴിഞ്ഞപ്പം ശക്തി 1000 ആനയുടെ കയ്യിലുണ്ടല്ലോ, അതവിടെ ഇങ്ങനെ അമർത്തി വെച്ചതാണെങ്കിലും ഒരിക്കൽ എന്താ ഉണ്ടായിച്ചാൽ ഈ അഗസ്ത്യ മുനിയുടെ ഈ സുന്ദനൊരു വേണ്ടാത്തരം കാണിച്ചപ്പോൾ അഗസ്ത്യ മുനി ശപിച്ചു. അത് താടകയുടെ ഭർത്താവ് വേണ്ടാവൃത്തി കാണിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെ ശപിച്ചപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ അദ്ദേഹം മരിച്ചുപോയി. സുന്ദൻ മരിച്ചു. ഈ സുന്ദൻ മരിച്ച സമയത്ത് അഗസ്ത്യ ശാപം കൊണ്ട് സുന്ദൻ മരിച്ചു എന്ന് കണ്ടപ്പം ഈ താടക എന്തേ ചെയ്തു വെച്ചാൽ മകനും കൂടിയിട്ട് അഗസ്ത്യരെ പിടിച്ച് തിന്നാനായിട്ട് ചാടി പുറപ്പെട്ടു. അഗസ്ത്യരെ പിടിച്ച് തിന്നാനായിട്ട് അമ്മയും മകനും കൂടി അങ്ങോട്ട് ചാടി പുറപ്പെട്ട സമയത്ത് അഗസ്ത്യരെന്തേ ചെയ്തു വെച്ചാൽ അഗസ്ത്യര് തൻ്റെ നേരെ ഓടി വന്ന് തന്നെ പിടിക്കാൻ പുറപ്പെടുന്ന താടകയുടെയും മകൻ്റെയും നേരെ നോക്കിയിട്ട് പറഞ്ഞു, രാക്ഷസരായിട്ട് പോട്ടെ എന്ന് ശപിച്ചു. രാക്ഷസന്മാരായിട്ട് തീരട്ടെ എന്ന് ഈ യക്ഷീച്ച മനസ്സിലാവില്ലേ? താടകയെ ശപിച്ചു. അങ്ങനെ അഗസ്ത്യ ശാപം കാരണം താടക ആരായിട്ട് തീർന്നു? രാക്ഷസിയായിട്ട് തീർന്നു. രാക്ഷസിയായിട്ട് തീർന്ന സമയത്ത് താടക പഴയതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ഏതാ പഴയത്? 1000 ആനയുടെ ശക്തിയൊക്കെ പണ്ടുണ്ടായിരുന്നു, അതൊന്നും പുറത്തേക്ക് എടുത്തായിരുന്നില്ല ഇതുവരെ. ഇപ്പോൾ രാക്ഷസിയായിപ്പോൾ എന്ത് ചെയ്തു? ഇത് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. നമ്മൾ പറയാറില്ലേ, ഈ ഭീകരന്മാരുടെ കയ്യിൽ ആറ്റം ബോംബ് കിട്ടിയാൽ എന്നൊക്കെ പറയില്ലേ? അതേമാതിരിയായി ഇപ്പം എന്താ, ഇവള് രാക്ഷസിയാവുകയും ചെയ്തു, 1000 ആനയുടെ ശക്തിയും പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ മഹർഷിമാരെ പിടിക്കുക, തിന്നുക, കൊല്ലുക. ഇനി പിന്നെ ബാക്കി പറയണ്ടല്ലോ. അങ്ങനെ നാട് മുഴുവൻ നശിപ്പിച്ച് 1000 ആനയുടെ ശക്തി ആയതുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. അവളങ്ങനെ ആ ലോകത്തെ നശിപ്പിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടി എന്നാ പറയുക. ഗോബ്രാഹ്മണഹിതാർത്ഥായ ഉണ്ണി, അവളുടെ കാടാ അത്. ഏത്? താടകാവനം ആണ് ഇത്. ഈ താടക താമസിക്കണേ ആ ഘോരമായ കാടാണ് ഇത്. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, അവള് ഇവിടെ ലോകരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ഉപദ്രവിച്ച് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗോബ്രാഹ്മണഹിതാർത്ഥായ,
ജഹി ദുഷ്ടപരാക്രമാം. ആ ദുഷ്ടസമ്പ്രദായക്കാരിണി, പരാക്രമ സ്വരൂപിണി എല്ലാ മഹർഷിമാരെയൊക്കെ തിന്ന് ലോകത്തെ ഉപദ്രവിച്ച സജ്ജനങ്ങളെയൊക്കെ നശിപ്പിച്ച് ലോകം മുഴുവനും നശിപ്പിക്കാനായിട്ട് പുറപ്പെട്ട് ഇവളെന്ത് ചെയ്യണം? ഇല്ലാതെയൊക്കെ ഉണ്ടാക്കണം. എന്താ കാരണം ചോദിച്ചാൽ ഇത് ലോകത്തിന് വലിയ ഉപദ്രവമാണ്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ലോകത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയവളാണ്. ഇവള് കാരണം ഈ വഴിയെന്ന് ആരും അങ്ങനെ ആളോ ഒക്കെ ഉപേക്ഷിച്ച് എല്ലാവരെയും പിടിച്ച് തിന്നാൻ തുടങ്ങി എന്ത് ചെയ്യും? കുറേ പേരെ പിടിച്ച് തിന്നു, മഹർഷിമാരെയൊക്കെ പിടിച്ച് ഭക്ഷിച്ചു. അങ്ങനെ കഴിഞ്ഞാൽ മഹർഷിമാരും മനുഷ്യന്മാരും ആളുകളൊക്കെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് എല്ലാവരും ആ നാട് വിട്ട് എങ്ങടോ ഓടിപ്പോയി. അങ്ങനെ ആ നാട് എന്തായി? കാട് കയറി കൊടുങ്കാടായി. ഇവളാണെങ്കിലോ കാട്ടാളത്തിയായിട്ട് ആ കാട്ടിൽ അങ്ങനെ താമസം. അതാണ് മലതും കരൂഷം എന്ന പേരായ ആ ദേശങ്ങൾ രണ്ടും ഈ വിധം കൊടുങ്കാടായിട്ട് തീരാൻ കാരണം ഇവളുടെ ഈ ദുഷ്ടത കാരണം. അതുകൊണ്ട് ഈ വഴി കൂടെ ആരും പോവാതെ ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസീ ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമവളെ നീ. അതിനെന്ത് ചെയ്യണം? ഇവളെ പേടിച്ചിട്ട് പാര ഇന്ത്യ പോവുക പോലും പതിവില്ല. നേർവഴി നടപ്പി. എഴുത്തച്ഛനത് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം ഉദ്ദേശം ഉണ്ടാവും. ഇവളെ പേടിച്ച് ആരും ഈ വഴി നേർവഴി നടക്കില്ല പറഞ്ഞ അർത്ഥം എന്താ? മനുഷ്യന്മാരൊക്കെ നേർവഴിക്ക് നടത്താത്തോളാണ് ഇവളെന്ന് പറഞ്ഞാൽ വേറെയും ചില അർത്ഥം ഉണ്ടല്ലോ. കൊല്ലണ കാര്യം മാത്രമല്ലല്ലോ, ചീത്തത്തക്കാരിയാണെന്നും കൂടി ഒരു അർത്ഥം വന്നില്ലേ. അപ്പം എല്ലാം കൊണ്ടും ശക്തി കൊണ്ടും സാംസ്കാരികമായ അന്തല്യായി കൊണ്ടും ഒക്കെ കൊണ്ടും എന്താണ് ഈ പറയുന്ന രാക്ഷസി ലോകത്തിന് ഉപദ്രവകാരിയാണ്. ധാർമ്മികതയില്ല, എന്തും ഇല്ല, ഒരു നൈതികതയും ഇല്ല ലോകത്തിൽ. അതുകൊണ്ട് ഇവളെ എങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്യും? കൊല്ലൂന്ന്. അപ്പം ഇവളെ കൊല്ലണം, എങ്ങനെയെങ്കിലും കൊല്ലണം. നഹീതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യ നരോത്തമം. അതുകൊണ്ട് ഇപ്പോൾ രാമനോട് കൊല്ലണം എന്ന് ഈ ഒരു വർത്തമാനം പറഞ്ഞ സമയത്ത് ഈ കാട്ടാളത്തി രാക്ഷസിയായിരിക്കുന്ന താടകയെ കൊല്ലണം എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ രാമനൊരു സംശയം, അങ്ങനെ പാടുണ്ടോ? നമ്മൾ പഠിച്ച പുസ്തകത്തിൽ അങ്ങനെ ഇല്ലല്ലോ. ഏതാ പഠിച്ച പുസ്തകം? കുട്ടികൾ ഈ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നൊക്കെ നല്ലോണം ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ചിട്ടുള്ള കൂട്ടരാണേ. അവർ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധർമ്മശാസ്ത്രത്തിൽ അന്നത്തെ സമ്പ്രദായ പ്രകാരം എന്തില്ല? സ്ത്രീകൾക്ക് വധശിക്ഷ ഇല്ല. സ്ത്രീകൾ ഇനി എന്ത് തന്നെ കുറ്റം ചെയ്താലും സ്ത്രീകൾ എന്ത് ചെയ്യില്ല? അവർക്ക് വധശിക്ഷ ഇല്ല. അവരെന്ത് കുറ്റം ചെയ്താലും അവർക്ക് എന്ത് ശിക്ഷയില്ല? വധശിക്ഷ. ഇതൊന്നും കേട്ടവരൊന്നിനും പുറപ്പെടണ്ട കേട്ടോ. പോലീസ് വിലങ്ങനെ വന്ന് കൊണ്ടുപോകും. പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. പുതിയ കാലത്തെ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തല്ലാണ്ട് ഓരോന്ന് ചെയ്തിട്ട് തിരുമേനി പറഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വൈകുന്നേരമായി പോവും. പോലീസ് വന്ന് അവരുടെ കൂടെ പോണ്ടി വരും പിന്നെ ചെയ്തവർ. അച്ഛാ അർത്ഥം എന്താണെന്നറിയൂ? അന്ന് അങ്ങനെയാണ്. പെണ്ണുങ്ങൾ എന്ത് കുറ്റം ചെയ്താലും വധശിക്ഷയില്ല. അവരിനി എന്ത് പരമമായ തെറ്റോ കുറ്റോ ചെയ്താലും അവർക്ക് പരമമായ ശിക്ഷ എന്താണ്? ഏറ്റവും വലിയ ശിക്ഷ എന്താ ചോദിച്ചാൽ നാട് കടത്തല. എന്താണ് നാട് കടത്തൽ? നാട് കടത്തുക പറഞ്ഞാൽ ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്നൊരു കുറ്റം ചെയ്താൽ ഫറൂഖിക്ക് നാട് കടത്തും. ഉച്ചയ്ക്ക് 12:15 പാസ്സറിൻ്റെ ഇങ്ങോട്ട് പോന്നാൽ മതി. അത്രയേ ഉള്ളൂ. അരി കഴുകി അടുപ്പത്തിട്ട് നല്ലൊരു വറകിൻ്റെ കൊള്ളിയും കൂട്ടി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് പോയാൽ മതി. വരുമ്പോഴേക്ക് അരി വാർത്ത ഉണ്ണാറാവും. നാട് കടത്തിയെന്നേ ചോദിക്കുള്ളൂ. തിരിച്ചു വന്നുവോ എന്നൊന്നും ആര് അത് ചോദ്യമില്ല. എന്ന് വെച്ചാൽ ചടങ്ങ്, നാട് കടത്തൽ ഒരു ചടങ്ങ്, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്തില്ല. സ്ത്രീ ഇന്നത്തേനേക്കാളും പരിഗണനയായിരുന്നു കേട്ടോ സ്ത്രീകൾക്ക് പണ്ട്. നമ്മുടെ വിചാരം ഇന്നാണ് സ്ത്രീകളെ നമ്മൾ വല്ലാതെ കേമാക്കുന്നത്. ഇന്നത്തേക്കാളും കുറച്ചും കൂടിയൊക്കെ പരിഗണന. സ്ത്രീകളെ ശിക്ഷിക്കില്ല, ഒരു തരത്തിൽ ശിക്ഷിക്കില്ല. അങ്ങനെയാണ് പരമാവധി ശിക്ഷ. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചത് കുട്ടികൾ. ഭരതല്ലേ പുസ്തകത്തിൽ നോക്കി പഠിച്ചത്. ഇപ്പം മഹർഷി പറയണോ കൊല്ലണമവളെ നീ എന്നതിനെ വല്ല ജാതിയുമെന്നാൽ അങ്ങനെ എങ്ങനെയെങ്കിലും അവളെ കൊല്ലണം. എന്നാൽ എന്തുണ്ടാവും? കല്യാണം ഇതുമൂലം. അങ്ങനെ കല്യാണം പറഞ്ഞാൽ മറ്റേതല്ല കേട്ടോ. മുഹൂർത്തം നോക്കിയിട്ടുള്ള ഞായറാഴ്ച വന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ്, അതല്ല. ആ കല്യാണമല്ല. കല്യാണം വെച്ചാൽ ഐശ്വര്യം, നന്മ, മംഗളം, ലോകത്തിന് എന്തുണ്ടാവും? ഗുണം അതുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യണം? ചെയ്യരുത്. നഹീതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യ നരോത്തമ. സ്ത്രീവധം പാടില്ലല്ലോ എന്നുള്ള നിയമം വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ഘൃണ കാരുണ്യം കാണിക്കരുത്. ഇങ്ങനെ ഈ ദുഷ്ടന്മാരോടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? കാരുണ്യം കാണിക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ 5-6 ആളെ കൊന്നോൻ, അല്ലെങ്കിൽ 2-3 ആളെ കൊന്നോൻ, എന്തോ ഒരു ചെറിയ സാധനം കിട്ടിയില്ല എന്നും പറഞ്ഞ് അവന് ജാമ്യം കൊടുത്താൽ അവൻ 3-ാമത്തെ ദിവസം ഇങ്ങോട്ട് പോരും. അപ്പം 6 ആളെ കൊല്ലാൻ പറ്റിയുള്ളൂ പോണതിൻ്റെ മുമ്പ്. വന്നൊരു 9 ആളെയും കൂടി കൊന്നിട്ട് അവൻ എന്ത് ചെയ്തു? ജാമ്യം കിട്ടാത്ത മട്ടിൽ പോവുകയും ചെയ്തു. ഇത് ജാമ്യം കൊടുത്ത് വിട്ടവനും സന്തോഷമായി. എന്താ കാരണം? പറ്റാത്തതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ശരിയല്ലേ ഇത്?
നമ്മുടെ നാട്ടിൽ കള്ളത്തരം കാണിച്ചിട്ടോ വേണ്ടാത്തരം കാണിച്ചിട്ടോ പോലീസ് പിടിച്ചിട്ടോ ഇതിനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പരോളിലോ അല്ലെങ്കിൽ ഇതുപോലെ ജാമ്യത്തിലോ വിടും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഗുരുവായൂർ പോയി ഭജന ഇരിക്കുകയെ. ഇപ്പം എന്താ ചെയ്യുക? ഗുരുവായൂർ പോയിട്ട് ഭജന ഇരിക്കുക ചെയ്യുക? അല്ല, അതിനേക്കാളും വലിയ കള്ളത്തരമൊക്കെ പഠിച്ച ജയിലിൽ കുറച്ച് ദിവസം 10 ദിവസം കിടന്നപ്പോൾ അവിടെ വലിയ കള്ളം ഉണ്ടായിരുന്നു. അയാളുടെ അയാളുടെ ശിക്ഷണത്തിൽ കുറച്ചും കൂടിയൊക്കെ പഠിച്ചു. സാധാരണ അടക്കിയ നാളികേരൊക്കെ കട്ട ശീലമായിരുന്നു. ഇപ്പോൾ ബാങ്ക് കക്കാറായി. എന്താ കാരണം? വലിയ ഗുരുനാഥൻ്റെ കീഴിലാണല്ലോ പഠിച്ചത്. ശരിയല്ലേ ഇത്? ചെറിയ കള്ളന്മാരൊക്കെ ജയിലിൽ പോയി വലിയ കള്ളന്മാരായിട്ടാണ് തിരിച്ചു വരിക. എന്താ കാരണം? അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുകയെ. ഇങ്ങനെയൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ച കേട്ടിട്ടില്ലേ? അതൊക്കെ കണക്കാക്കിയിട്ടാണ്. ഇതൊന്നും പണ്ടുള്ള ശീലമല്ലേ. മഹർഷി പറഞ്ഞത് ഈ ജാതി കൂട്ടത്തിനോടൊന്നും എന്ത് ചെയ്യരുത്? നമ്മൾ ദയ കാണിക്കരുത്, കരുണ കാണിക്കരുത്. എന്നാലും നമ്മൾ ദയാഹർജി കൊടുക്കും ആർക്ക്? രാഷ്ട്രപതിക്ക്. എന്തിന്? 5 ആളെ കൊല്ലും ചെയ്ത്, ഏതോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഉപദ്രവിച്ച് അവരെയും കൊന്നു. എന്നിട്ട് ഇപ്പോൾ ജയിലിൽ കൊണ്ടുപോയി കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു, ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. അപ്പം ചോദിച്ചു, പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ ചോദിച്ചു. അപ്പോൾ പ്രതി പറഞ്ഞു, കുടുംബത്ത് പ്രായമുള്ള അമ്മയുണ്ട്, പ്രായമായി വരുന്ന ഭാര്യയുണ്ട്, കുട്ടികളും ചെറിയ കുട്ടികളും ഉണ്ട്. അതുകൊണ്ട് എന്നെ വെറുതെ വിടണം. ഓ പാവം, അയ്യോ പാവം. ഇതൊക്കെ കൊന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് ജയിലിലേക്ക് ഇങ്ങോട്ട് വരുമ്പം പാടത്ത വരമ്പത്തു നിന്നുണ്ടായ സാധനമാണ് അമ്മയും ഭാര്യയും കുട്ടികളും. പാവം വരുമ്പോളേ ആ പാടത്തുനിന്ന് ഇങ്ങനെ. ശരിയല്ലേ? അപ്പം ഈ വേണ്ടാവൃത്തിക്ക് പുറപ്പെടും മുമ്പേ അറിയില്ലേ, പ്രായമായി വയ്യായുള്ള അമ്മയുണ്ട്, ആരോരും ഇല്ലാത്ത ഭാര്യയുണ്ട്, കുട്ടികളുണ്ടെന്ന് അറിയില്ല. ആ ഉത്തരവാദിത്തമുള്ളവരെ നിജാതിക്ക് പോകാൻ പാടുണ്ടോ? പിന്നെ ഇത് കോടതി കേട്ടിട്ട് പിന്നെ ആനുകൂല്യം കൊടുക്കാൻ പാടുണ്ടോ? പണ്ടാച്ചാൽ കൊടുക്കില്ല. അമ്മയുണ്ട്, അച്ഛൻ്റെ, അമ്മായി ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ കൊടുക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാരുണ്യം പറയില്ലേ? ഈ അസ്ഥാനത്ത് കാരുണ്യം കാണിക്കുന്നത് ഗുണമല്ല, ദോഷമാണ്. എന്താണ് ഈ അസ്ഥാനത്തെ കാരുണ്യം? നമ്മൾ വിചാരിക്കും വലിയ മഹിമയാണെന്ന്. മഹിമയൊന്നുമല്ല. അതെന്താണ്? ലോകത്തിനും കൂടി ദോഷാണേ. അപ്പം അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, ഈ പറഞ്ഞ ദുഷ്ട സമ്പ്രദായക്കാരിയായിട്ടുള്ള ഈ കാട്ടാളത്തിയോട് എന്ത് ചെയ്യരുത്? ഘൃണ കാണിക്കരുത്. ലോക നന്മയ്ക്ക് എന്ത് ചെയ്തോളൂ? ചെയ്യണം. എന്നിട്ട് മഹർഷി പറഞ്ഞൊരു ഉപദേശമാണ്, നൃശംസം അനൃശംസം വാ പ്രജാരക്ഷണകാരണാൽ പാതകം വാ സദോഷം വാ കർത്തവ്യം രക്ഷതാ സതാം. അതുകൊണ്ട് നോക്കൂ, ദുഷ്ടനായിക്കോട്ടെ ദുഷ്ടനല്ലാത്തവനായിക്കോട്ടെ, പ്രജകളെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കടുംക്രിയ ചെയ്യണമെങ്കിൽ രാജാവ് എന്ത് ചെയ്തോളണം? ചില കഠിന പ്രവൃത്തിയൊക്കെ ചെയ്തോളണം. പ്രജകളെ രക്ഷിക്കില്ല പ്രധാനം. അല്ലാതെ നമ്മളൊക്കെ ഇന്ന് കണ്ട മാതിരി 500 ആളെ കൊന്നു, സാരമില്ല, എല്ലാവരും സമാധാനം പരിപാലിക്കണം, എല്ലാവരും നാമം ചെല്ലണം ഉറക്കെ വിളിച്ച് പറയുക, എന്നിട്ട് കിടന്നുറങ്ങുക. ആര്? ഭരിക്കണോൻ. കൊല്ലണോൻ കൊല്ലുക. ശക്തിയില്ലാത്തവൻ പറഞ്ഞോളൂ, ചാവുക. അല്ല, ഒരുത്തം കൊല്ലുമ്പോൾ ചാവാനും വേണ്ട ആള്. ഇതൊക്കെയല്ലേ. എന്നിട്ടൊക്കെ കഴിഞ്ഞാൽ ഒരു അന്വേഷണ കമ്മീഷനും വരും. വെട്ടിയിട്ടാണോ ചത്തത്? ചുട്ടിട്ടാണോ കൊന്നത്? ചുട്ടപ്പോൾ ശബ്ദം ഉണ്ടായോ? വെട്ടിയപ്പം എത്ര വെട്ടി? 3 വെട്ടാണോ വെട്ടിയത്? അത് വിലങ്ങനെ വെട്ടിയോ? കുത്തനെ വെട്ടുമ്പോൾ ആ വെട്ടിന് എത്ര നീളം ഉണ്ടായിരുന്നു? അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചത്തയാളെ മാവിൻ്റെ വർഗമയ്ക്ക് വെച്ചപ്പോൾ വെട്ടൊക്കെ പോവുകയും ചെയ്തു. വെടുപ്പായി കിട്ടി. ശരിയോ തെറ്റോ? പറഞ്ഞത് ശരിയോ തെറ്റോ? പേടിക്കണ്ട, അത് ഇവിടുന്ന് കാര്യം വരുമൊന്നുമില്ല. ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. ശരിയോ തെറ്റോ? ഭരിക്കണവൻ അന്തസ്സുള്ളവനാണെങ്കിൽ ഈ തോന്നിയാസം പറഞ്ഞ് നടക്കണതിൻ്റെ മുമ്പ് അതില്ലാതെ കഴിക്കാനല്ലേ ഉത്സാഹിക്കേണ്ടത്? നമ്മുടെ ലോകത്ത് നമ്മൾ കാണുന്നത് ഇതാണോ അതോ അതാദ്യം പറഞ്ഞതാണോ? ഈ ദുരിതം ഉണ്ടായതിൻ്റെ ശേഷം വലിയൊരു അന്വേഷണ കമ്മീഷൻ കുറേ ചോറുണ്ട് തീർക്കാൻ, നമ്മുടെ നികുതി പണം മുടിക്കാനായിട്ട് കുറേ സാധനങ്ങൾ പുറപ്പെടുന്നല്ലാതെ കണ്ടി ചത്തുപോയോനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്കോ അമ്മയ്ക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആങ്ങളമാർക്കോ പെങ്ങളമാർക്കോ എന്തെങ്കിലും ഗുണം, കുടുംബത്തിനോ നാടിനോ വല്ല ഗുണമോ ഇതുകൊണ്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ഗുണമുണ്ട്? ഈ അന്വേഷിക്കാൻ വന്നവന് ഗുണമുണ്ട്. ചത്തത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താ ഗുണം? കാര്യം ശരി. എന്താ നമ്മളതിന് യുക്തി പറയുക? ഇനി ഇതില്ലാണ്ടിരിക്കാനെന്ന്. പിറ്റേന്ന് തന്നെയല്ലേ ഉണ്ടായത്. എന്നിട്ട് പറയും ഒറ്റപ്പെട്ട അങ്ങനെ ഒരു 10,000 ഒറ്റപ്പെട്ടത് നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോഴും നാണവും മാനവും ഇല്ലാത്തവൻ എന്ത് പറയും? ഒറ്റപ്പെട്ടതെന്ന്. ശരിയല്ലേ ഇത്? ആർക്കെങ്കിലും അത് കേൾക്കുമ്പോൾ നെറ്റി ചുളിയുണ്ടെങ്കിൽ ആ മുറ്റത്തേക്ക് പോയിട്ട് ഇങ്ങനെയൊന്ന് തുടച്ചാൽ മതി, നെറ്റിയൊക്കെ നേരെയിക്കോളും. ശരിയോ തെറ്റോ? അങ്ങനെയാണ് നാടിൻ്റെ ഗതി. എന്തല്ലേ ചെയ്യുക? ഭരിക്കണവർക്ക് അന്തസ്സുണ്ടാവണം. രാജാവാണെങ്കിൽ അതിന് യോഗ്യനെ അതിനിരിക്കാവൂ. അല്ലാത്തവൻ എന്തൊക്കെ പണി നാട്ടിലുണ്ട്. എന്തൊക്കെ എല്ലാവരും രാജാക്കന്മാരാവേണ്ട വല്ല കാര്യമുണ്ട്?
അവനവന് പറ്റുന്ന പണിയെടുത്താൽ പോരെ. എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കാന്നുള്ള അഹമ്മതി എന്തിനു കൊണ്ട് നടക്കണോ? അതല്ലേ കഷ്ടം. ഇവിടെ ഏതാ പറഞ്ഞത്? നോക്കൂ, നൃശംസം അനൃശംസം വാ പ്രജാരക്ഷണകാരനാഥ. ക്ഷത്രിയനാണെങ്കിൽ പ്രജകളെ രക്ഷിക്കലാണ് പ്രധാനം. അതിന് വേണ്ടത് എന്താ വെച്ചാൽ അത് ചെയ്തിരിക്കണം. പാതകം വാ, ഇനിയിപ്പോൾ ഒരുത്തിനെ കൊല്ലണമെങ്കിൽ കൊല്ലന്നെ വേണം. എന്താ കാരണം? ഒരു 10,000 ആൾ ഇവൻ കാരണം മരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം? ഒരുത്തിനെ അങ്ങോട്ട് കൊന്നോളണം. എന്നാൽ 10,000 ആളുടെ ജീവൻ അവിടെ ഉണ്ടാവില്ല. അതല്ലേ ഇതിൻ്റെ ഒരു യുക്തി. അതുകൊണ്ട് അങ്ങനെയാണ് വേണ്ടത്. കർത്തവ്യം രക്ഷതാ സതാം, ഇതൊക്കെയാണ് ക്ഷത്രിയൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഉണ്ണി എന്ത് ചെയ്തോളൂ? രാജ്യഭാര നിയുക്തദാനാം. ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. രാജ്യഭാര നിയുക്തദാനാം. രാജ്യഭാരത്തിലേക്ക് നിയുക്തൻ രാജ്യഭരണ പരിപാടിയിലേക്ക് നിയോഗിക്കപ്പെടേണ്ടവര് എന്ന് വെച്ചാൽ എന്താർത്ഥം? അടുത്ത രാജാവായി ഇനി വരേണ്ടവര്. ഇപ്പോഴത്തെ രാജാവ് ഇവിടെ ഉണ്ട്, ഇനിയും ആ സ്ഥാനത്തേക്ക് ഓരോരുത്തർ വരുമല്ലോ. അപ്പം രാജാക്കന്മാരായിട്ട് വരേണ്ടവരെ, രാജ്യഭാരത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നവരെ എന്തായിട്ട് വരണം? അവരെ ഈ തത്വധർമ്മത്തെ നല്ലോണം മനസ്സിലാക്കിയിട്ട് ഏഷ ധർമ്മ സനാതന, അവരുടെ ശരിയായ ധർമ്മമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അധർമ്മ്യാം ജഹി കാകുൽസ്ഥ, അധർമ്മം മാത്രം. ഈ അധർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താ? അധർമ്മ്യം, അധർമ്മല്ല, അധർമ്മ്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവത്ഗീത അർത്ഥം പറഞ്ഞപ്പം ധർമ്മ്യം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ധർമ്മ്യം ചെന്താർത്ഥം? ധർമാത് അനപേതം ധർമ്മ്യം. ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തതാണ് ധർമ്മ്യം. അപ്പം അധർമ്മ്യം എന്ന് പറഞ്ഞാലോ, അധർമ്മത്തിൻ്റെ സമ്പ്രദായത്തിൽ നിന്ന് ലവലേശം മാറിപ്പോവാത്തത്. ചെന്തർത്ഥം? അബദ്ധത്തിൽ പോലും ധർമ്മാവാത്തതെന്നർത്ഥം. മനസ്സിലായില്ലേ? എങ്ങനെ നോക്കിയാലും ലോകത്തിന് ദുരിതം ഉണ്ടാക്കാൻ അധർമ്മമായിട്ടിരിക്കണം. ഈ അധർമ്മത്തിൽ നിന്ന് ഒരു ലവലേശം മാറി സഞ്ചരിക്കാത്തവളായ ഈ ദുഷ്ട അല്ലേ താടകെ എന്ത് ചെയ്യണം? ജഹി കാകുൽസ്ഥ, വധിക്കൂ കാകുൽസ്ഥ. ധർമ്മോഹ്യസ്യ ന വിദ്യതേ, അവൾക്ക് എന്തില്ല? ധർമ്മം ലവലേശം അവളുടെ കയ്യിലില്ല. ആരുടെ കയ്യിൽ? ഈ ലേശം എന്തെങ്കിലും ഒരു ധർമ്മം ഉണ്ട്, ചതുമൽ എന്തെങ്കിലും പറയാറുണ്ട്. ഒന്നുമില്ല, ഈ അധർമ്മം മാത്രമായിട്ടിരിക്കണോ, കൊല്ലണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ രാജകുമാരനെ മഹർഷി രൂപം നല്ലോണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്തിനാപ്പം ഇത് പറഞ്ഞ? എന്തിനപ്പം നമ്മളിത് ഇത്രയും വിസ്തരിച്ചത്? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മഹർഷി പറഞ്ഞു, താടകയെ കൊന്നു. അടുത്ത പേജ് വായിച്ചാൽ പോരെ? മതി. വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണ്? എന്തിന്? എവിടുത്തെ യാഗരക്ഷയ്ക്ക്? വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലെ യാഗരക്ഷയ്ക്ക്. അപ്പോൾ യാഗരക്ഷയ്ക്ക് തടസ്സക്കാരാണ്? രാക്ഷസന്മാരാണ് വിഘ്നകാരികൾ. ഈ വിഘ്നം ഇല്ലാതെയാക്കാനാണ് ആരെ കൊണ്ടുവന്നത്? കുട്ടികളെ കൊണ്ടുവന്നത്. അപ്പം അതിന് പകരമായിട്ടാണ് മഹാരാജാവ് പറഞ്ഞത്, ചതുരംഗപ്പടയോട് കൂടിയിട്ട് അക്ഷൗഹിണി പട്ടാളക്കാരായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞത്. വിശ്വാമിത്ര മഹർഷിക്ക് എന്ത് ചെയ്താൽ മതി? അങ്ങ് നല്ലത്. അദ്ദേഹവും പരിചയമുണ്ട്, പ്രായമുണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡ്. ആര്? നല്ലോണം യുദ്ധം ചെയ്ത അസുരന്മാരോടും രാട്ടാളന്മാരോടും രാക്ഷസന്മാരോടും യുദ്ധം ചെയ്ത് ശീലണ്ടേ. മാത്രമല്ല അദ്ദേഹം ഈ ദേവലോകത്തൊക്കെ പോയിട്ട് ദേവേന്ദ്രനെയൊക്കെ സഹായിച്ചിട്ടുള്ള ആളും കൂടെ, വലിയ ദേശത്തും വിദേശത്തുമൊക്കെ പേരെടുത്ത ആളാണ്. അപ്പോൾ വിശ്വാമിത്രർ എന്ത് ചെയ്യേണ്ടതായിരുന്നു? എന്നാ അങ്ങ് പോകും. പിന്നെ അങ്ങോട്ട് അങ്ങനെ നേരിട്ട് ചോദിക്കുന്നത് മോശമല്ലേ വെച്ചിട്ടാണ്. നന്നായി, അങ്ങനെ വന്നോളൂ കേട്ടോ, നന്നായിക്കോട്ടെ, നമുക്ക് പോവല്ലേ എന്നല്ലേ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടി കയറി ഇറക്കി പോയാൽ മതിയായിരുന്നു. അതിന് നിന്നോ വിശ്വാമിത്രർ? അപ്പോൾ വിശ്വാമിത്രർ എന്താ ബുദ്ധിമോശം കാണിച്ചത്? ഒരു ബുദ്ധിമോശമല്ലേ അത്? നല്ല പരിചയം, നല്ല പ്രാപ്തി, നല്ല കഥയും, നല്ല വഴക്കും തഴക്കും, ഇതിലൊക്കെ നല്ലോണം പ്രാപ്തിയുള്ള ഒരാളെ ഉപേക്ഷിച്ച് വേണ്ടാച്ചിട്ട് ഈ ഒന്നും നിശയില്ലാതെ 2 പൈതങ്ങളെയും കൊണ്ട് കാട് കയറേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പം എന്തിനാവത്? അതാണ് വസിഷ്ഠർ അദ്ദേഹത്തിൻ്റെ മഹിമ കൊണ്ട് പറഞ്ഞു കൊടുത്തത്. രാജാവേ, അങ്ങയുടെ മക്കളെ കൊണ്ടൊന്നും ആർക്ക് നേടാനില്ല, വിശ്വാമിത്രർക്ക് നേടാനില്ല. പക്ഷേ അങ്ങയുടെ മക്കളൊക്കെ അദ്ദേഹത്തെ കൊണ്ട് കുറേ നേടാനും ഉണ്ട്. പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിലും ഗുരുനാഥന്മാരെ സംബന്ധിച്ചിട്ട് എന്തില്ല? ശിഷ്യന്മാരില്ല. എന്ത്? ഗുരുനാഥന്മാരെ സംബന്ധിച്ചിട്ട് എന്തില്ല? ശിഷ്യന്മാരില്ല. ശിഷ്യന്മാരെ സംബന്ധിച്ച് ആരുണ്ട്? ഗുരു ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
ശിഷ്യന്മാർക്ക് ഗുരുണ്ടേ. എന്തുകൊണ്ട്? ശിഷ്യന്മാർ ആ ഗുരുവിനെ ആശ്രയിച്ചിട്ടാണ് വെളിച്ചുണ്ടാക്കിയിട്ട് മുമ്പിലേക്ക് പോയി നല്ല നിലയിലേക്ക് എത്തണം. അപ്പോൾ അവർക്ക് ആരുണ്ട്? ഗുരുവിനെ ആശ്രയിച്ച ഗുരു വലിയ പ്രധാനമാണ്. ഗുരുനാഥന് ശിഷ്യനില്ല. എന്താ പ്രത്യേകത? ഈ ശിഷ്യനെ ആശ്രയിച്ചിട്ടല്ല ഗുരുവിൻ്റെ കാര്യങ്ങൾ ഇരിക്കണത്. അദ്ദേഹത്തിൻ്റെ കാര്യം സ്വാഭാവികമായിട്ട് നടക്കണമെന്നാണ്. അപ്പോൾ പിന്നെ ഈ ശിഷ്യനെ കൊണ്ട് നടന്ന് പരിപാലിക്കുന്നത് എന്തിന്? ശിഷ്യന്മാർക്ക് ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് ഗുരുവിന് എന്ത് ഗുണമുള്ളത്? അതാണ് ഇവിടെ പറഞ്ഞത്. വിശ്വാമിത്ര മഹർഷിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ ആർക്ക് ഗുണമുണ്ട്? ഈ കുമാരന്മാർക്ക് ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഇത്രയും കാലം കൊട്ടാരത്തിൽ വാത്സല്യ സ്വരൂപന്മാരായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും മരുമക്കിടാങ്ങളായിട്ട് കൊഞ്ചിയും കുഴഞ്ഞും അടിയും പാടിയും പഠിച്ചും ചിരിച്ചും കളിച്ചും നടന്ന കുട്ടികൾ അങ്ങനെ വളർന്നു വന്നാൽ പിറ്റേന്ന് രാജാവായാൽ വേണ്ട മാതിരി രാജ്യഭാരം നേരിയ. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ട്രെയിനിങ്ങും കൂടി വേണം. ട്രെയിനിങ് ഇല്ലെങ്കിൽ എന്ത് നേരിയാവില്ല? ട്രെയിനിങ് ഇല്ലെങ്കിൽ നേരിയാവില്ലേ? അപ്പം അതിൻ്റെ ഒരു അഭ്യാസം, പ്രായോഗികമായ പരിശീലനം അത് നിർബന്ധമാണ്. അപ്പോൾ ഈ കുമാരന്മാരെ കാട്ടിലേക്ക് കൊണ്ടുവന്ന് കാട്ടിലെ ആ വിപരീത സാഹചര്യങ്ങളിൽ വളർത്തി ഉറക്കി കഴിപ്പിച്ചു, ഇരുത്തി കുളിപ്പിച്ചു, ജപിപ്പിച്ചു. കാട്ടിലെ പരിമിതാണ്. അപ്പോൾ അവിടെ കിടക്കണമെങ്കിൽ ഈ കല്ലിൻ്റെ മുകളിൽ പുല്ലും ഇലയും വിരിച്ചിട്ടാണ് കിടന്നത്. അതൊന്നും ആർക്ക് പരിചയമില്ലാത്തതാണ്. ഇപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ പാലും പഴവും പടയും അപ്പടം കൊടുത്തിരുന്ന കുട്ടികൾ പട്ടാളത്തിൽ പോയാലോ? അവിടുത്തെ വലിയ ഓഫീസർ പപ്പടം ചുട്ട് പൊടിയിരിക്കഞ്ഞിയും വൈകുന്നേരമാകുമ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയതും പാല് കാച്ചിയതും ഒക്കെ കൊടുത്ത് ഒക്കത്ത് വെച്ചിട്ട് കൊണ്ട് നടക്കില്ലേ? ഇല്ല. ഇവനെന്താ ചെയ്യണത്? ശരിയല്ലേ? അവിടെ ചെന്നാൽ അവിടെ കഠിനമായ അഭ്യാസങ്ങളുണ്ടാവും. നല്ലോണം ആഹാരമൊക്കെ കൊടുക്കും. ആഹാരമൊക്കെ മഹാകേമാണ്, എല്ലാം നല്ല കേമാണ്, താമസിക്കാനൊക്കെ കേമം തന്നെ. പക്ഷേ കഠിനമായ അഭ്യാസങ്ങളാണ്. നല്ലോണം രാവിലെ തുടങ്ങി. പോലീസുകാരാകുമ്പോഴൊക്കെ അങ്ങനെയുണ്ട്. കണ്ടിട്ടില്ലേ? പോലീസാവാനൊക്കെ പോയി ഇപ്പോൾ ക്യാമ്പിലാണ്. എന്താ അവിടെ രാവിലെ തുടങ്ങും ഓട്ടം ചാട്ടം അത് ഇത്. പിന്നെ പോലീസായാലോ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ പിന്നെ വലിയ ശരിയല്ലേ ഇത്? അഭ്യാസം, പരിശീലനം, കഠിനമായ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്യണം. എന്തിനാത്? അതായത് അതിൻ്റെ ഭാഗമാണ്. എന്തിനാ അങ്ങനെ ചെയ്യണേ ചോദിച്ചാൽ, ഒരു സ്കൂൾ മാഷാണെങ്കിൽ രാവിലെ ഓടി മരം കയറി ചാടി കുത്തി, അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് വേറെയാണ്. എന്താ? അദ്ദേഹത്തിൻ്റെ അഭ്യാസ ശൈലി വേറെയാണ്. എന്താ കാരണം? അദ്ദേഹത്തിന് പ്രയോഗിക്കേണ്ട വിദ്യ വേറെ ജാതി വിദ്യ, പോലീസുകാരൻ്റെ വിദ്യ വേറെ ജാതിയാണ്, പട്ടാളക്കാരൻ്റേത് കുറച്ചും കൂടി മാറ്റണ്ട. ഓരോന്നിനെ കണ്ടിട്ടില്ലേ? ഒന്ന് ഡോക്ടർ ആവാൻ MBBS ഒക്കെ പാസ്സായി വന്നു കുട്ടി വേറൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? രാവിലെ ഓടിച്ചാട്ടേ ചെയ്യുക. അവനെന്താ ചെയ്യണത്? അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന രോഗികളൊക്കെ വരുമ്പോൾ നോക്കിയും കണ്ട് മനസ്സിലാക്കി ഈ ഡോക്ടർ എങ്ങനെയാണ് നോക്കണോ, അദ്ദേഹം എന്താ ചെയ്യണമെന്നൊക്കെ പ്രായോഗികമായ അഭ്യാസം. വക്കീലിൻ്റെ കൂടെ ചെറുപ്പക്കാരെ പുതിയ ആൾക്കാർ പോവില്ലേ? പുതിയ വക്കീലന്മാരെ, പ്രായമുള്ള വക്കീലന്മാരുടെ പരിചയമുള്ളവരുടെ കൂടെ പരിശീലനത്തിന് പോവില്ലേ? അവിടെ ചെന്നിട്ട് അവരെങ്ങനെയാണ് കേസ് കെട്ടെടുക്കണത്, എന്നിട്ട് അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കണത്, എന്നിട്ട് അതിനെങ്ങനെയാണ് ഓരോന്നിൻ്റെ നിയമപ്പഴുതുണ്ടാക്കിയിട്ട് വാദിച്ച് കോടതിയിൽ ചെന്നിട്ട് കേസ് ജയിക്കണത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ കുടുംബത്ത് മറ്റേ ജാതി വക്കീലായിട്ടിരിക്കേണ്ടി വരും മേശിട്ടിട്ട്. എന്താ എൻ്റെ പേര്? എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ അല്ലേ? അങ്ങനെ ഒരു വക്കീലുണ്ട്. അതുകൊണ്ട് ഗുണമില്ല. കേസ് ഉണ്ടാക്കിയില്ലേ വക്കീലിന് ഗുണമുള്ളൂ. അപ്പം കേസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല മിടുക്കനാവണമെങ്കിൽ എന്ത് വേണം? നല്ല പരിശീലനം വേണം. നല്ല പരിശീലനം വേണമെങ്കിൽ മിടുക്കന്മാരുടെ അടുത്ത് പോയിരുന്ന് പരിശീലിക്കണം. അങ്ങനെയാണ് മിടുക്കന്മാരുണ്ടാവണത്. അതുപോലെ രാജകുമാരനാണ് രാമൻ, രാജാവാവേണ്ടവനാണ്. ആ രാജാവാവേണ്ട രാമൻ പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും നോക്കൂ, വൈകാരിക സന്ധി ഉണ്ടാവുന്ന ഘട്ടത്തിലും ഇപ്പോൾ സ്ത്രീകളെ പോലെയുള്ള ഒരു അക്രമം കാണിച്ച് വരുന്നതായ ചില സമയത്ത് എന്തു ചെയ്യും? ഈ കോഴ്സ് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഈ കോഴ്സ് അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നില്ല വെച്ചാൽ ചിലപ്പോൾ എന്തിനു പറ്റിയെന്ന് വരില്ല. താടകയെ കണ്ടപ്പോൾ ഒന്ന് ശങ്കിച്ചു. എന്താ കാരണം? പഠിച്ച പുസ്തകത്തിൽ സ്ത്രീവധം പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ വിശ്വാമിത്രർ എന്താ പറഞ്ഞത്? സ്ത്രീകളാണെങ്കിലും ലോകനാശകാരികളാണെങ്കിൽ വധിക്കണം അവരെ, ഇല്ലെങ്കിൽ ആ സ്ത്രീ കാരണം ലോകം നശിച്ചു പോവില്ലേ? ഈ നാട് 2 ദേശം നശിച്ചു പോയില്ലേ? എന്താ കാരണം? അന്ന് രാമനെ പോലെ ഒരു യോഗ്യനാ വഴി വരാത്തതുകൊണ്ടല്ലേ ഇതുണ്ടായത്. ആദ്യം വന്നേർന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നാട് നല്ല നാടായിട്ടിരിക്കില്ലേ? അപ്പം ആ നാട് നശിപ്പിച്ച് കാടാക്കി തീർത്തതാരാണ്? ഒരു ദിക്കിൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ അവരെന്ത് ചെയ്യും?
അവരവിടുന്ന് പലായനം ചെയ്തു പോവും, ഓടിപ്പോവും എവിടേക്കെങ്കിലും. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ ഓടിപ്പോണോ, അവിടെ കലാപം ഓടിപ്പോയി, ഇവിടെ കലാപം ഓടിപ്പോയി, ജീവിക്കാൻ വയ്യാത്തതുകൊണ്ടല്ലേ ഓടിപ്പോണത്. സ്വത്തും സമ്പത്തൊക്കെ അവിടെ ഇട്ട് ഓടിപ്പോവുകയാണ്. അവർ ഓടിപ്പോയിട്ട് എവിടെയാണ് താമസിക്കുക? വേറെ എവിടെയെങ്കിലും അവർക്ക് സ്വത്തും സമ്പത്തും മാളിക ഉണ്ടാവുമോ? വല്ല റോഡിൻ്റെ പക്കത്ത് തിണ്ണയുടെ മുകളിലോ വല്ല ശീല വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകണ്ടേ? നല്ല സമ്പ്രദായമാണോ അത്? അപ്പം അത് അങ്ങനെ അല്ലാതെ കണ്ടാക്കേണ്ടവരാരാണ്? ഒരു കൂട്ടർക്ക് ഭയം ഉണ്ടാവുക എന്ന് കണ്ടാൽ ആ ഭയം ഇല്ലാണ്ടാക്കേണ്ടവർ ഭരണാധികാരികളല്ലേ? അത് ക്ഷത്രിയനല്ലേ അന്നത്തെ കാലത്തെ ഭരണാധികാരി. ഇപ്പം ക്ഷത്രിയൻ അതിന് പ്രാപ്തനാവണ്ടേ, അല്ലെങ്കിൽ അത് പ്രാപ്തനാക്കണ്ടേ? അതാക്കേണ്ടതാരാണ്? വിവരമുള്ളവർ മഹർഷിമാർ. മഹർഷി രാജാവാണോ? അല്ല. അദ്ദേഹത്തിന് രാജ്യഭാരത്തിലെ കാര്യമുണ്ടോ? ഇല്ല. പണം കിട്ടുമോ? ഇല്ല. പക്ഷേ രാഷ്ട്രം എൻ്റെയാണ്. രാഷ്ട്രം നേരെയായിട്ടിരിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ മതിൽ, എൻ്റെ തട്ടാനം എന്നുള്ള വിവരം അല്ല. പഴയ കാലത്തെ വിവരം രാജ്യം, ദേശം എന്നൊക്കെയുള്ളത് വലിയ ഒരു വികാരമായിട്ടിരുന്ന കാലമാണ്, ദേശീയത. അല്ലാതെ നമ്മുടെ ഇത്ര വട്ടത്തിൽ കൂടിയിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങനെയല്ല. ഒരു രാഷ്ട്രം എന്നുള്ളത് ഒരു വലിയ സങ്കല്പനാണ്. ആ സങ്കല്പത്തിലാണ് വിശ്വാമിത്രര് ഈ കുമാരന്മാരെ അഭ്യസിപ്പിക്കാനാണ് എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വാമിത്രരുടെ കൂടെ രാമലക്ഷ്മണന്മാരുടെ യാത്ര എന്താണ്? അവരുടെ ട്രെയിനിങ്ങിൻ്റെ കാലമാണ് എന്നർത്ഥം. വിപരീത സന്ധികളിലൊക്കെ ട്രെയിനിങ് കൊടുക്കണം മഹർഷി. അങ്ങനെ കുമാരന്മാരോട് പറഞ്ഞു, ഉണ്ണികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വിധം ശങ്കിച്ച് നിൽക്കരുത്. ആ പാതകം അത് ദോഷമല്ല, ഈ ഒരു കൊല ദോഷമല്ല, അതുകൊണ്ട് കൊല്ലു. രാജ്യഭാരനിയുക്താനാം ഏഷ ധർമ്മസനാതന. രാജ്യഭാരത്തിന് നിയോഗിച്ച ഈ രാജകുമാരന്മാരെ സംബന്ധിച്ച് ഇതാണ് ധർമ്മം, അതുകൊണ്ട് ഇവളെ കൊല്ലേണ്ടതാണ് എന്നും പറഞ്ഞു. അപ്പം ഈ വിധം ഇങ്ങനെ അപ്പോൾ രാമനെ ശങ്ക പോണില്ല. എന്താ കാരണം? മറ്റേത് ഉരുവിട്ട് പഠിച്ചു വെച്ചതാണേ, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്ന്. അധർമ്മനിരത നാര്യോ ഹത പുരുഷസത്തമൈഹി തസ്മാദേനാം ഘണം ത്യക്ത്വാ ജഹി മച്ഛാസനാ നൃപ. അതുകൊണ്ട് ഇവളുടെ കാര്യത്തിൽ ഒരു കാരുണ്യം കാണിക്കരുത്. മുമ്പും ഈ ജാതി ദുഷ്ടതരം ചെയ്ത സ്ത്രീകളാണെങ്കിൽ പോലും അവരെയും മുമ്പ് കൊല്ലുമൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവനെ ഇല്ലേ അങ്ങ് എന്ത് ചെയ്യണം? ഇവളെ ജഹി മച്ഛാസനാൽ നൃപ. രാമനെ വിളിച്ച പേര് നൃപ എന്നാണ്. രാജാവേ എന്നാ വിളിച്ചത്. രാമൻ രാജാവാണോ? എന്താ അങ്ങനെ വിളിച്ചത്? രാമനല്ലല്ലോ രാജാവ്, ദശരഥനല്ലേ രാജാവ്. പക്ഷെ ഇപ്പൊ രാമൻ അവിടെ നൃപ എന്ന് വിളിച്ചത് എന്തിനാണ്? എന്തിനായിരിക്കും നൃപ എന്ന് വിളിച്ചത്? അച്ഛൻ രാജാവായി കൊട്ടാരത്തിൽ വാഴുമ്പം അച്ഛൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽപ്പെട്ട സ്ഥലമാണ് ഏത്? ഇത്. അപ്പം അച്ഛൻ്റെ കൊട്ടാരത്ത് നിന്ന് അച്ഛൻ്റെ അവകാശത്തോടു കൂടി തൻ്റെ കൂടെ പോകുന്ന നാളെ രാജാവാവേണ്ട ഉണ്ണി ഇന്നും രാജാവ് തന്നെയാണ്. ക്ഷത്രിയന്മാർക്ക് എല്ലാ ദിക്കിലും എന്തുണ്ട്? ഈ ഒരു അധികാരത്തിൻ്റെ പദവി ഉണ്ട്. അതുകൊണ്ട് ആ അധികാരം വെച്ചിട്ട് രാജാവിന് എന്ത് വിളിച്ചു? നൃപ. അങ്ങനെ ഉണ്ണിയെന്ന് വിളിച്ചില്ല, വത്സ എന്നല്ല വിളിച്ചത്. നൃപ, ഈ ദുഷ്ട തടകയെ കൊന്നോളൂ, ജഹി കൊന്നോളൂ. കൽപ്പന പോലെയാണ് പറഞ്ഞത്. മച്ഛാസനാൽ, എൻ്റെ ശാസന വെച്ചാൽ എൻ്റെ നിർദ്ദേശപ്രകാരം കൊന്നോളൂ എന്നും പറഞ്ഞു. അപ്പം ഇതിങ്ങനെ കേട്ടപ്പം വിശ്വാമിത്ര മഹർഷിയുടെ ഈ വാക്യം കേട്ട് മഹർഷി പറഞ്ഞതിൻ്റെ ഘോരതയും അതിൻ്റെ ഒരു ഗൗരവവും ചിന്തിച്ചിട്ട് രാമൻ എന്താ ചെയ്തു വെച്ചാൽ നല്ലോണം ഒന്ന് മനസ്സിരുത്തി. എന്നിട്ട് ചെയ്തു പറയും, മുനേർവചനമക്ലീപം ശ്രുത്വ നരവരാത്മജ രാഘവ പ്രാഞ്ജലിർ ഭൂത്വ പ്രത്യുവാച ദൃഢവ്രജ. അപ്പം ഈ ദൃഢവ്രതനായ രാമൻ ഈ മഹർഷിയുടെ വാക്ക് കേട്ടപ്പോൾ പ്രത്യുവാച മറുപടിയായിട്ട് പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞതെന്നറിയോ മഹർഷീശ്വര? പിതൃവചന നിർദ്ദേശാത് ആണ്. പിതൃവചന ഗൗരവാത് വചനം കൗശികസ്യേതി കർത്തവ്യം അവിശങ്കയാ. അതാണ് രാമൻ്റെ തീരുമാനം ഉണ്ടായത്. പിതൃവചന നിർദ്ദേശാത്, അച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് എൻ്റെ ഈ മഹർഷിയുടെ കൂടെയുള്ള വനയാത്ര ഉണ്ടായത്. അതാണ് പിതൃവചന നിർദ്ദേശാത്. മാത്രമല്ല പിതൃവചന ഗൗരവാത്, അച്ഛൻ്റെ വാക്ക് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു ലാഘവമായ വാക്കും അല്ല. അതിനെന്തുണ്ട്? അതിനൊരു ഗൗരവം പ്രത്യേകമായിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ വാക്കിനെ ബഹുമാനിക്കേണ്ടതാണെന്ന് എനിക്ക് ഇഷ്ടമുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്നെ അങ്ങയുടെ കൂടെ അയച്ചത് അങ്ങയുടെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങയുടെ വാക്യം എനിക്ക് മഹാവാക്യം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കർത്തവ്യം
കർത്തവ്യം അവിശങ്കയ, ശങ്കയില്ലാതെ ഞാനത് ചെയ്യണുണ്ടെന്നും പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ അതിനെ എന്തായാലും അവഗണിക്കില്ല എന്ന് രാമൻ പറഞ്ഞതിൻ്റെ ശേഷം മഹർഷിയുടെ മുമ്പിൽ കുമ്പിട്ട് തൊഴുതിട്ട്, ശരി ആവാം, അച്ഛൻ്റെ വാക്ക് പ്രധാനമാണ്. ഈ രാമനെ സംബന്ധിച്ച് പറയുക, അച്ഛൻ്റെ വാക്കും ഗുരുവാക്കും ഒക്കെ അദ്ദേഹം എപ്പോഴും വളരെ പ്രധാനമായിട്ട് കണക്കാക്കുന്ന ഒരു കൂട്ടാണ്. ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ ഇത് കാണാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഈ പറയണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ലോക നന്മയ്ക്കായിട്ട് എന്താ ദേശസ്യ സുഖായച്ച, എന്താണ് രാമൻ പറഞ്ഞ വർത്തമാനം, ദേശസ്യ അസ്യ ദേശസ്യ സുഖായച്ച, ഈ ദേശത്തിൻ്റെ സുഖത്തിനായിട്ടും തവ ച ഏവ അപ്രമേയസ്യ വചനം കർത്തുമുദ്യത,